ഇനി നമുക്ക് വയനാട്ടിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഫൈസൽ നെടുമ്പാല ഒപ്പം തന്നെ അവരുടെ ക്രിസ്മസ് ആഘോഷം വയനാട്, പ്രത്യേകിച്ച് മരം കോച്ചുന്ന തണുപ്പാണ് കേട്ടോ വയനാട്ടില്. ഇവിടത്തേക്കാളും കുറെ കൂടി തണുപ്പ് കടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എന്തായാലും മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാനൊന്നും വഴിയില്ല. ആളുകളൊക്കെ എത്തിയിട്ടുണ്ടാവും ആഘോഷങ്ങൾക്കായിട്ട്. നോക്കാം, ഫൈസൽ നെടുമ്പാലയിലേക്ക് പോകാം. ഫൈസൽ, ഗുഡ് മോർണിംഗ്. സൈഫു, ജിൽസി, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ സന്തോഷത്തിന്റെ ദിവസങ്ങളാണെന്ന് അറിയാം. അപ്പോൾ ഫൈസലും വലിയ ആഘോഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും, സംശയമൊന്നുമില്ല. ഇപ്പൊ എവിടെയാണുള്ളത്? പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ എവിടെ വരെ എത്തി? എങ്ങനെയുണ്ട് വയനാട്ടിൽ മൊത്തത്തിൽ ഈ തണുപ്പ് ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അതോ തണുപ്പിനൊക്കെ ആഘോഷങ്ങളും കടുക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജിൽസി, സൈഫുദ്ദീൻ, ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് വയനാട്ടിലെ തണുപ്പ് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ 11 ഡിഗ്രി വരെയൊക്കെയാണ് വയനാട്ടിൽ തണുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ 13 ഡിഗ്രിയാണ് ഇന്നത്തെ ഒരു തണുപ്പ് എന്ന് പറയുന്നത്. എവിടെ ചെന്നാലും നമുക്ക് കാണാനൊന്നുമില്ല. ഫുള്ള് കോടമഞ്ഞിങ്ങനെ നമ്മളെ തഴുകി തണർന്ന് പുണർന്ന് കടന്നു പോകുന്ന ഒരു പ്രതിനിധിയാണ് വയനാട്ടിലെ മുഴുവൻ ഇടങ്ങളും. നമ്മളിപ്പോ നേരത്തെ സൈഫു, ജിൽസിദി, പാവം സൈഫ് നമ്മളെ സഫ്വാനോട് ഒരു പാട്ടൊക്കെ പാടി തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു. പാവം സഫ്വാൻ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് മെല്ലെ തടി വരി. പ്രദേശത്താണ് നമുക്ക് വേണ്ടി പാട്ട് പാടുന്നത് വേണ്ടി. അവിടെ പാടിക്കൂ സൈഫു. ഞാൻ അതിലേക്കാണ് വരുന്നത്. നമുക്ക് പാടുന്നതിന് വേണ്ടി ഒരു കൊച്ചു മിടുക്കി ഇവിടെ ഉണ്ട്. നമുക്ക് പാട്ട് പാടാൻ തയ്യാറായിക്കൊണ്ട് ഒരു കൊച്ചു മിടുക്കി ഇവിടെ ഉണ്ട്. പേരെന്തായിരുന്നു? നമുക്കൊരു പാട്ട് പാടിത്തരോ? ഗോശാലയിൽ ഭൂജാതരായി രാജാതിരാജനെന്ന് ലലല്ലലല്ലൽ ഭേദലഹേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി ലലല്ലലല്ല തപ്പ് താളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദി ദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പുലരി മഞ്ഞു പോലെ പവിഴകാന്തിയോടെ അഴക് ചാർത്തി വന്നുദിച്ച ദിവ്യദാനമേ ലോകപാപമെല്ലാം തോളിലേക്കിടാനായി എളിമയോടെ ജാതനായി മൈമസൂനുവേ. സൈഫു, വളരെ മനോഹരമായി തന്നെ ഒരു പാട്ട് കേട്ടു, ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമ്മളിപ്പോ എന്തായാലും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഒരു സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ക്രിസ്മസ് കൂടി വന്നെത്തുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ ആഘോഷം? തീർച്ചയായും ഒത്തിരി സന്തോഷമാണ്. ക്രിസ്മസ് പ്രതീക്ഷയുടെയും പുത്തൻ ജീവന്റെയും ഉണർവോടെ യേശുനാഥൻ എല്ലാവരിലേക്കും ജനിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. തീർച്ചയായും ഇന്നലെ പാതിരാ കുർബാനയ്ക്ക് പോയി. ആ ക്ഷീണത്തിലാണ് ഞങ്ങള്. തുടർന്ന് സദ്യയും പിന്നെ ആഘോഷങ്ങളും ഫ്രണ്ട്സും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ ഒരു ദിനം കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ രാവിലെ പള്ളിയിലൊക്കെ 7 മണിക്ക് തന്നെ കുർബാനകൾ ആരംഭിച്ചപ്പോൾ നിങ്ങൾ ഇനി എപ്പോഴാണ് പള്ളിയിലേക്ക് പോകുന്നത്? ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനന്തവാടി രൂപത മൊത്തം തലേ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് കുർബാന വെച്ചത്. നമുക്കറിയാലോ, നമ്മുടെ ചുറ്റുവട്ടത്തും കടുവയും ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ കുർബാനകളൊക്കെ പള്ളിയിൽ ഏകദേശം തീർന്നു. ഇന്നലെ നമ്മുടെ പാതിര കുർബാനകൾ കഴിഞ്ഞു. ഇന്ന് രാവിലെ 7 മണിക്കാണ് കുർബാന നടന്നത്. അപ്പൊ ഇന്നലെ തന്നെ രാത്രി എല്ലാവരും പള്ളിയിൽ പോയി പുൽക്കൂടുകളും സന്ദേശങ്ങളും ഒക്കെ കൈമാറുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ഇന്ന് പോകുന്നത്. മൊത്തത്തിൽ ആഘോഷം സെറ്റല്ലേ? സെറ്റ്. സന്തോഷമായിട്ട് പോകുന്നു. നല്ല പ്രതീക്ഷയുടെ ഒരു വർഷമാണ് ഞങ്ങൾ കാണുന്നത്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സൈഫു, നമുക്ക് ഇവിടെ ഒരു അമ്മച്ചി ഉണ്ട്. അമ്മച്ചിയോട് കൂടി ചോദിക്കാം. അമ്മച്ചി, ഇപ്പോ പഴയ കാലം ഇപ്പൊ വലിയൊരു മാറ്റം ജനറേഷന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? ക്രിസ്മസിൽ ആഘോഷങ്ങളിൽ ചെറിയൊരു മാറ്റമൊക്കെ വരാറുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി എല്ലാവരും കൂടെ പുറപ്പോളൊക്കെ കൂടി ഒന്നിച്ച് കൂടി കൂട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ച് കൂടി സന്തോഷമായ ഒരു ക്രിസ്മസ്. എല്ലാവരും വരും, മക്കൾ വരും. എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഒരു ക്രിസ്മസ് ഇന്ന് കൂടാമെന്ന് വിചാരിക്കുന്നു. സൈഫു, അപ്പോ അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ് ക്രിസ്മസ്. വയനാട്ടിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന്യമൃഗശല്യമൊക്കെ ഇങ്ങനെ അങ്ങേറ്റം നിൽക്കുന്ന ഒരു സമയം കൂടി. അപ്പൊ പാതിരാ കുർബാനയെ കുറച്ച് നേരത്തെ ആക്കി എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം കൂടി വയനാട്ടിലുണ്ട്. സൈഫു, ജൽസിദി.
യെസ് ഫൈസൽ. അപ്പോ വയനാട്ടുകാരുടെ ഒരു പ്രശ്നം അതാണ്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആനയും പുലിയും കടുവയൊക്കെ കൂടെ എല്ലാത്തിനെയും നോക്കുക, അതെല്ലാവരും കൂടെ ആഘോഷിക്കാൻ ഇറങ്ങും. ഇന്നലെ പാതിര കുർബാനയൊക്കെ നേരത്തെ ആക്കിയെന്ന് അവരുടെ ഒരു വിഷമം കൂടിയാണ് അവർ പറയുന്നത് അല്ലേ? അതെ അതെ. കാരണം പഴയ ഒരുപാട് കാലങ്ങളിലൊക്കെ ആശങ്കകൾക്കിടയിൽ ഭിന്നമായി കൂടെ വലിയ തന്നെയാണ്. ആശങ്കയും പേടിയും ഒക്കെ ഉണ്ട്. അപ്പൊ പാതിരാ കുർബാന എന്നൊക്കെ പറയുമ്പോൾ രാത്രി എങ്ങാനും വന്യജീവികൾ ഇറങ്ങിയാലോ എന്നൊക്കെ ആലോചിച്ച് രാവിലെയാണ് അവർ കുറെ കൂടി പ്രാർത്ഥന. മാത്രല്ല ഫൈസലിന്റെ ഒരു ബുദ്ധിപരമായ നീക്കം കൂടെ നമ്മൾ കണ്ടു. പാട്ട് പാടിക്കുവോ എന്ന് ഓർത്തുകൊണ്ട് വേഗം ഒരു കുഞ്ഞിനെ അവിടെ നിർത്തി. പക്ഷെ ഗംഭീരായ പാട്ട്. നന്നായി നന്നായി. Yes, അതെ. അപ്പോ ഫൈസല് പാടിയില്ല, ആ വിഷമം കൂടി ജിൽസി തീർക്കുന്നതായിരിക്കും. ഞാനോ വേണ്ട, ക്രിസ്മസ് ക്രിസ്മസ് പാട്ട് ഇനി പാടും. ഒരു അവസരം കിട്ടണമെങ്കിൽ ഒരു വർഷം കഴിയണം ജിൽസി. അല്ല ദുഃഖിക്കേണ്ടി വരും. അത് സേഫ് പ്രവചനം നടത്തിയവർ ഇനി ഒരു വർഷത്തെ വല്ല ഒളിവിലും തുടരേണ്ടി വരും ഈ പാട്ട് പാടി കഴിഞ്ഞാൽ.